അയോധ്യയുടെ നാൾവഴികൾ. അയോധ്യയുടെ കാലവും അതുപോലെ തന്നെ ചരിത്രവുമാണ് നമ്മളിവിടെ ഇന്ന് പരിശോധിക്കുന്നത്. വർഷം 1528 മുഗൾ വംശസ്ഥാപകനായ ബാബർ അയോധ്യയിൽ മീർ ബാഖി എന്ന ശില്പിയെക്കൊണ്ട് പള്ളി പണിയിച്ചു. സന്യാസിമാരുടെ സംഘടനയായ നിർമോഹി അഖാഡ ആദ്യമായി പള്ളി നിൽക്കുന്ന കെട്ടിടത്തിന് മേൽ അവകാശം ഉന്നയിച്ചു. അങ്ങനെ ഈ തർക്കം ഉടലെടുത്തതോടെ 1859 അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടം ഇരുവിഭാഗങ്ങൾക്കുമായി പള്ളിക്കകത്ത് പ്രത്യേകം വേലിക്കെട്ടുകൾ തീർത്ത് പ്രവേശന അനുമതി നൽകി. പള്ളിയുടെ ഉൾവശം ഇസ്ലാമിക വിശ്വാസികൾക്കും പുറത്ത് ഹൈന്ദവ വിശ്വാസികൾക്കും ആരാധന നടത്താം എന്നതായിരുന്നു വ്യവസ്ഥ. അടുത്തതായി 1883 പ്രദേശത്ത് ക്ഷേത്ര നിർമ്മാണത്തിനായി ആദ്യ നീക്കം ഉണ്ടായി. എന്നാൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ഇടപെടൽ മൂലം ഈ നീക്കം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. വർഷം 1885 മഹന്ത് രഘുബീർ ദാസ് എന്നയാൾ ക്ഷേത്ര നിർമ്മാണത്തിന് അവകാശവാദമുന്നയിച്ച് ആദ്യമായി കോടതിയെ സമീപിച്ചു. അയോധ്യ പ്രശ്നത്തിലെ നിയമയുദ്ധത്തിൻ്റെ നാൾവഴികൾ ആരംഭിക്കുന്നത് അന്നു മുതലാണ്. 1886 കേസ് കോടതി തള്ളി. പക്ഷേ തർക്കം തുടർന്നു പോയിക്കൊണ്ടേയിരുന്നു. എന്നാൽ വിഭജിച്ച് ഭരിക്കുക എന്ന തന്ത്രം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കുന്നതിന് രാമക്ഷേത്രം പൊളിച്ചാണ് പള്ളി ഉണ്ടാക്കേണ്ടതെന്ന് ബ്രിട്ടീഷ് ഓഫീസർ HR നെവിൻ റിപ്പോർട്ട് തയ്യാറാക്കി. 1905 ആയിരുന്നു ഈ റിപ്പോർട്ട്. 1934 വർഗീയ ലഹളയിൽ പള്ളിക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. അടുത്തതായി 1949 ചിലർ പള്ളിക്കകത്ത് അതിക്രമിച്ചു കയറി ശ്രീരാമ വിഗ്രഹം സ്ഥാപിച്ചു. ഇതോടെ വിവാദം പുതിയ തലങ്ങളിലേക്ക് കടന്നു. വിഗ്രഹം സ്വയംഭൂവായതാണെന്നാണ് ഒരു വിഭാഗം വാദിച്ചത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പള്ളി പൂട്ടിയിടുവാൻ കോടതി ഉത്തരവിട്ടു. വർഷം 1970 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രദേശത്ത് പരിശോധന നടത്തി. 1980 സംഘപരിവാർ വോട്ടിനു വേണ്ടി പ്രശ്നത്തിൽ ശക്തമായി സംഘപരിവാർ ഇടപെടുന്നത്. വോട്ട് രാഷ്ട്രീയത്തിലായിരുന്നു ഈ ഇടപെടൽ. പള്ളി നിൽക്കുന്നിടത്ത് ക്ഷേത്രം പണിയുമെന്നും അങ്ങനെ ഒരു പ്രസ്താവനയോടുകൂടി വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിച്ചു. ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രശ്നത്തെ ദേശീയ മുഖ്യധാരയിൽ കൊണ്ടുവന്നു. 1983 VHPയും വിവിധ ഹൈന്ദവ വിശ്വാസികളും ചേർന്ന് ഏകാത്മക യജ്ഞം തുടങ്ങി. പള്ളി നിൽക്കുന്നിടം ക്ഷേത്രത്തിനായി വിട്ടുലഭിക്കുവാൻ 1984 ജൂലൈ 27 രാമജന്മഭൂമി മുക്തിയജ്ഞ സമിതി രൂപീകരിച്ചു. ഒക്ടോബറിൽ അയോധ്യയിൽ രഥയാത്ര. യാത്ര ഡൽഹിയിലെത്തിയെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് ഈ സമ്മേളനം റദ്ദാക്കി. ശബാനു ശരീഅത്ത് കേസിൽ മുസ്ലിം പ്രകടന നിലപാട് സ്വീകരിച്ച രാജീവ് ഗാന്ധി സർക്കാർ മറുവശത്ത് സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്തുവാനായി 1986 പള്ളിയിലെ രാമവിഗ്രഹം പൂജയ്ക്കായി തുറന്നുകൊടുത്തു. ഇത് മറ്റൊരു നാഴികക്കല്ലാണ്. ഇതേ കാലയളവിൽ ദൂരദർശനിൽ രാമായണം സീരിയൽ പ്രക്ഷേപണം ചെയ്യപ്പെട്ടത് രാജ്യത്തൊട്ടാകെ രാമവികാരം ഉണർത്തുവാനുള്ള നീക്കമായിരുന്നു ഇതെന്ന ആക്ഷേപവും ഉയർന്നു. സീരിയൽ 1.5 കൊല്ലത്തോളം നീണ്ടു. സീരിയലിലെ നായികമാരും പിന്നീട് BJP ടിക്കറ്റിൽ മത്സരിച്ചു വിജയിച്ചു. 1989 പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJPയുടെ ഹിമാചൽ പ്രദേശിൽ ചേർന്ന ദേശീയ നിർവാഹക സമിതി
അയോധ്യ പ്രക്ഷോഭം കൂടുതൽ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗപ്പെടുത്തുവാൻ തീരുമാനിച്ചു. ഇതോടെ പ്രശ്നം കൂടുതൽ വർഗീയവൽക്കരിക്കപ്പെട്ടു. ഇതേസമയം VHP ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ശിലാന്യാസ പൂജ കർമ്മങ്ങൾക്കും തുടക്കമിട്ടു. VHPയുമായി കോൺഗ്രസ് സർക്കാർ പലതവണ അണിയറ ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നു. ബാബറി മസ്ജിദ് ഭൂമിയിലെ ഒരു ഭാഗം സ്ഥലം തർക്കരഹിതമായ സ്ഥലമായി സർക്കാർ ഉത്തരവിറക്കുകയും അവിടെ VHP രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനുള്ള ശിലാന്യാസ കർമ്മം നിർവഹിക്കുകയും ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഭൂട്ടാ സിംഗിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ കർമ്മം നടന്നത്. ശിലാന്യാസത്തെ തുടർന്ന് പലയിടങ്ങളിലും വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടു. ബീഹാറിലെ ഭഗൽപൂരിലുണ്ടായ കലാപം എടുത്തു പറയേണ്ട ഒന്നാണ്. BJPയുടെ പിന്തുണയോടുകൂടി കേന്ദ്രത്തിൽ VP സിംഗ് അധികാരത്തിലേറി. 1990 ഫെബ്രുവരി 14 രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് VHP പ്രഖ്യാപിച്ചു. പല തവണകളിലായി VP സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ചർച്ചകളിലൂടെ നിർമ്മാണം നീട്ടിവെച്ചു. ഇതേ കാലയളവിലാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുവാൻ VP സിംഗ് സർക്കാർ തീരുമാനിച്ചത്. അയോധ്യ പ്രക്ഷോഭത്തിന് ഹിന്ദു ഏകീകരണം നടക്കുമ്പോൾ ഹിന്ദുമതത്തിലെ ജാതി വൈവിധ്യമുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഉയർത്തിക്കാട്ടുന്നതായിരുന്നു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുവാനുള്ള തീരുമാനം. അങ്ങനെ ഹിന്ദു ഐക്യം തകർക്കുകയായിരുന്നു സിംഗിൻ്റെ ലക്ഷ്യമെന്ന് സംഘപരിവാർ ആരോപിച്ചു. സെപ്റ്റംബർ 25 ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി ഒക്ടോബർ 30 അയോധ്യയിൽ അവസാനിപ്പിക്കുന്ന രീതിയിൽ രഥയാത്ര നടത്തുമെന്ന് LK അദ്വാനിയും പ്രഖ്യാപിച്ചു. യാത്ര തടയണമെന്ന ആവശ്യമുയർന്നു. ധൈര്യമുണ്ടെങ്കിൽ തടയുവാൻ അദ്വാനി സർക്കാരിനെ വെല്ലുവിളിച്ചു. യാത്ര തുടങ്ങി 4 ആഴ്ച കഴിഞ്ഞ് ബീഹാറിലെ സംസ്തിപൂരിലെത്തിയപ്പോൾ പ്രധാനമന്ത്രി VP സിംഗിൻ്റെ നിർദ്ദേശപ്രകാരം ലാലു പ്രസാദ് യാദവ് അദ്വാനിയെ അറസ്റ്റ് ചെയ്തു. ഇതേ തുടർന്ന് VP സിംഗ് സർക്കാരിനുള്ള പിന്തുണ BJP പിൻവലിച്ചു. 1990 ഒക്ടോബർ 30 കർസേവകർ ബാബറി മസ്ജിദിലേക്ക് മാർച്ച് ചെയ്തു. മുഖ്യമന്ത്രി മുലായം സിംഗ് യാദവ് അവരെ ശക്തമായി നേരിട്ടു. അതേസമയം കേന്ദ്രത്തിൽ നിന്നും VP സിംഗ് സർക്കാരിന് BJP പിന്തുണ നഷ്ടപ്പെട്ടതോടുകൂടി വിശ്വാസ വോട്ടെടുപ്പ് നടന്നു. BJPക്കൊപ്പം കോൺഗ്രസും സിംഗിനെതിരെ വോട്ട് ചെയ്തു. 1991 നടന്ന തിരഞ്ഞെടുപ്പിൽ BJPക്ക് 120 സീറ്റുകൾ ലഭിച്ചു. UPയിൽ BJP അധികാരത്തിലേറി. കല്യാൺ സിംഗ് മുഖ്യമന്ത്രിയായി. കേന്ദ്രത്തിൽ നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ ഏറി. 1992 ഡിസംബറിൽ കർസേവ നടത്തുവാൻ BJPയും VHPയും തീരുമാനിച്ചു. 10,000-കണക്കിന് കർസേവകർ അയോധ്യയിലേക്ക് നീങ്ങി. വിഷയം സുപ്രീം കോടതിയിലും ദേശീയോദ്ഗ്രഥന സമിതിയിലുമെത്തി. കർസേവ സമാധാനപരമായിരിക്കുമെന്ന് BJP കേന്ദ്ര സർക്കാരിന് ഉറപ്പു നൽകി. ബാബറി മസ്ജിദ് സംരക്ഷിക്കുമെന്ന് നരസിംഹറാവു രാജ്യത്തിന് ഉറപ്പു നൽകി. എന്നാൽ എല്ലാ ഉറപ്പുകളും ലംഘിക്കപ്പെട്ടു. 10,000-കണക്കിന് കർസേവകർ ഡിസംബർ 6 മസ്ജിദ് തകർത്തു. BJP, RSS, VHP എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു ഇത് നടന്നത്. മസ്ജിദ് തകർക്കുന്നതിന് കാഴ്ചക്കാരായി LK അദ്വാനിയുടെ നേതൃത്വത്തിൽ സംഘപരിവാർ നേതാക്കൾ അയോധ്യയിൽ ഉണ്ടായിരുന്നു. ഒരു തള്ളുകൂടി നൽകൂ, ബാബറി മസ്ജിദ് തകർക്കൂ എന്ന് ഉമാഭാരതിയും ആഹ്വാനം ചെയ്തു. 2 മണിയോടെ മസ്ജിദിൻ്റെ ഒരു താഴികക്കുടം വീണു. ഏതാനും മണിക്കൂറുകൾക്കകം താൽക്കാലിക രാമക്ഷേത്രത്തിൻ്റെ ഷെഡുകൾ ഉയർന്നു. എന്നാൽ കർസേവകരെ പിന്തിരിപ്പിക്കുവാൻ തങ്ങൾക്ക് കഴിഞ്ഞില്ലെന്ന് പിന്നീട് BJP നേതാക്കൾ ലിബർഹാൻ കമ്മീഷന് മുൻപാകെ മൊഴി കൊടുത്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ രാജ്യമൊട്ടാകെ വർഗീയ കലാപങ്ങൾ ഉണ്ടായി. വിവിധ സംഭവങ്ങളിലായി 2000-ഓളം പേർ കൊല്ലപ്പെട്ടു. ഡിസംബർ 16 ജസ്റ്റിസ് MS ലിബർഹാൻ്റെ അധ്യക്ഷതയിൽ
കേന്ദ്ര സർക്കാർ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. 1993 BJP, RSS, VHP എന്നീ സംഘടനാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്ത് CBI കുറ്റപത്രം സമർപ്പിച്ചു. വർഷങ്ങൾക്ക് ശേഷം 2009 ജൂണിൽ 17 വർഷം നീണ്ട അന്വേഷണത്തിൻ്റെ ഒടുവിൽ ലിബർഹാൻ കമ്മീഷൻ അന്വേഷണം പൂർത്തിയാക്കി പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് റിപ്പോർട്ട് നൽകി. നരസിംഹറാവുവിനെയും BJP നേതാക്കളെയും LK അദ്വാനിയെയും AB വാജ്പേയിയെയും മുരളി മനോഹർ ജോഷിയെയും RSSലെയും BJPയിലെയും VSPയിലെയും മുതിർന്ന നേതാക്കളെയും കുറ്റപ്പെടുത്തിയതായിരുന്നു ലിബർഹാൻ കമ്മീഷൻ. 2024 ജനുവരി 22 ആകുമ്പോഴത്തേക്കും അവിടെ അയോധ്യയിൽ ക്ഷേത്രം പൂർണ്ണമാകും എന്ന് നമുക്ക് വിശ്വസിക്കാം.